ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വെറൈറ്റി നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കിയാലോ. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി നൂഡിൽസ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. നമ്മുടെ മാഗിയൊക്കെ വാങ്ങിക്കുന്ന ആ നൂഡിൽസ് ആയാലും മതി. പ്രത്യേകിച്ച് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നൂഡിൽസ് വേറെയാണ്, പക്ഷേ അത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ സാധാരണ നമ്മൾ വാങ്ങിക്കാറുള്ള മാഗി നൂഡിൽസാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പക്ഷേ അത് അടിപൊളി ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നൂഡിൽസ് ഇടുക. നൂഡിൽസ് ഇടുമ്പോൾ ഒരു ശകലം സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചാൽ നമ്മുടെ നൂഡിൽസ് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനെല്ലാം വെന്ത് റെഡി ആയിട്ടിരുന്നത് നൂഡിൽസ് പിന്നെ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. അപ്പോഴത്തേനും ക്യാപ്സിക്കം, ക്യാരറ്റ്, നമ്മുടെ തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കണം. എന്തൊക്കെ പച്ചക്കറികളുണ്ടോ ഇടാം, അതെല്ലാം നമ്മളിടുക. അതെല്ലാം ഒന്ന് എണ്ണയിൽ ശകലം സൺഫ്ലവർ ഓയിലാണ്. അതിനകത്തൊന്ന് ഒത്തിരി നേരം ഇട്ട് വഴറ്റരുത്. ഒന്ന് പച്ച ഇത് മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കുക, അത്രയും മതി. ശകലം ഒരു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ഇട്ട് ഈ ചൈനീസ് കുക്കിംഗ് ഒന്നും ഒരുപാടിട്ട് വേവിക്കത്തില്ല. എന്നിട്ട് നമുക്ക് ഒരു പച്ച ഇത് മാറുന്നിടം വരെ ഈ സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് ഇളക്കിയിട്ട് തക്കാളി നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതും ഒരു ശകലം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേനും, ഒരുപാട് പറ്റിക്കാൻ നിൽക്കേണ്ട, ഒന്ന് ശകലം ഇളക്കി കഴിയുമ്പോഴത്തേനും ക്യാപ്സിക്കം ലാസ്റ്റേ ഇടാവേ. അതുകൂടെ കഴിഞ്ഞിട്ട് കുരുമുളകും പിന്നെ മാഗി മസാലയില്ലേ, നമ്മുടെ മാഗിക്കകത്ത് കിട്ടുന്ന മസാല, അതിലൊരു കവറേ ചേർക്കാവൂ. ഒത്തിരി ചേർത്താൽ ഉപ്പ് കൂടിപ്പോവും. നമ്മളതിന് ചിക്കൻ ഉപ്പുണ്ട്, മറ്റെല്ലാം ഉപ്പിട്ടതുകൊണ്ട് ഒത്തിരി ഉപ്പിടരുത്. പിന്നെ ചിക്കൻ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് നൂഡിൽസും ഇട്ട് തട്ടി റെഡി. ലാസ്റ്റ് ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർക്കണം, ഒരു മണത്തിന്, ഒരു ഫ്ലേവറിന്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡി. ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ്, തീ ഹൈ ഫ്ലെയിമിലിട്ടേ എല്ലാം ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചൂടോടെ നൂഡിൽസ് റെഡി. ഒന്ന് കഴിച്ച് നോക്കിയേ, വളരെ ടേസ്റ്റായിരിക്കും. ഇനിയും കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.